തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ള വിതരണത്തിന്റെ അന്തിമഘട്ടത്തിൽ താളപ്പിഴ. പൈപ്പുകളുടെ അലൈൻമെന്റ് തെറ്റിയതിനാൽ പമ്പിംഗ് ഇതുവരെ തുടങ്ങാനായില്ല. പമ്പിംഗ് തുടങ്ങാൻ 1 മണിക്കൂർ എടുക്കുമെന്നാണ് വിവരം. സലിം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. സലിം, ഇനിയും എത്രത്തോളം കാത്തിരിക്കണം ജനങ്ങൾ? എന്താണ് ഈ അലൈൻമെന്റ് തെറ്റാൻ കാരണമായത്? പ്രവിതാതെ, ഇതിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ അതിൽ വലിയ ചെറിയ താളപ്പിഴയാണ്. പക്ഷെ അത് കുറച്ച് മണിക്കൂറുകൾ സമയമെടുക്കുന്ന നിലയിലേക്ക് ആ താളപ്പിഴ വലുതാകുന്നു എന്നുള്ളതാണ് നമുക്ക് പറയേണ്ടത്. വളരെ ചെറിയൊരു അലൈൻമെൻറ്റ് വ്യത്യാസം, 1 ഇഞ്ചിൻ്റെ വളരെ ചെറിയ ഒരു അലൈൻമെൻറ്റ് വ്യത്യാസമാണ് ഇവിടെ ഉണ്ടായത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ കഴിയും. ആ ദൃശ്യത്തിൽ നിന്നും, അതായത് ഒരു ഭാഗത്ത് നിന്നുള്ള മണ്ണ്, ആ മണ്ണ് ഇതിനടിയിലേക്ക്, പൈപ്പിനടിയിലേക്ക് കയറ്റി അതിൻ്റെ ഏറ്റവും അവസാനത്തെ ക്രമീകരണങ്ങളും ജോലികളും പൂർത്തിയാക്കിയതായിരുന്നു. അപ്പോഴാണ് ആ 1 ഇഞ്ചിൻ്റെ താളപ്പിഴയുടെ ഒരു ചെറിയ വ്യത്യാസം കണ്ടത്. മാത്രമല്ല, ആ ഇഞ്ചിന്റെ വ്യത്യാസത്തിനൊപ്പം തന്നെ അവിടെ നിന്നുമുള്ള മണ്ണ് കൂടി ഇടിഞ്ഞ് മാറിയതോടുകൂടി വലിയ പ്രശ്നം അതുമായി ബന്ധപ്പെട്ടുണ്ടായി. അതോടുകൂടി ഇത് വീണ്ടും ആ മണ്ണ് അടിയിൽ ഫില്ല് ചെയ്ത മണ്ണ് വീണ്ടും മാറ്റിയതിന് ശേഷം ആ അലൈൻമെന്റിന്റെ ഭാഗം ക്ലിയർ ആക്കേണ്ട ജോലിയുണ്ട്. അത് ഏകദേശം 1 മണിക്കൂറെങ്കിലും ഏറ്റവും കുറഞ്ഞത് എടുക്കും എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന അറിയിപ്പ്. പക്ഷെ അതൊന്നല്ല, അതിൽ കൂടുതൽ മണിക്കൂറുകൾ എടുക്കാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം ആ മണ്ണ് പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ ഈ 2 പൈപ്പുകൾ കൂടി ജോയിൻ ചെയ്യുന്ന ഒരു പ്രോസസ് ഉണ്ട്. അത് ഒരല്പം വിടവ് നമുക്കിപ്പോൾ അതിൽ കാണാൻ കഴിയും, ആ പൈപ്പിൽ കാണാൻ കഴിയും. നമ്മുടെ ക്യാമറാമാൻ അവിടേക്ക് ആ വിഷ്വൽ കാണിക്കാൻ പറ്റുമോ എന്ന് ശ്രമിക്കുന്നു. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് അതിനുശേഷമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടം. ഈ വെള്ളം എത്തിക്കാനുള്ള ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനും ഒരല്പം സമയമെടുക്കും. അതിനുശേഷം മാത്രമേ പമ്പിങ് ആരംഭിക്കൂ. പമ്പിങ് ആരംഭിച്ചാൽ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്തേക്ക് വെള്ളം എത്താൻ 1 മണിക്കൂറിലധികം, 1.5 മണിക്കൂർ എടുക്കും. അതോടുകൂടി അവിടേക്ക് എത്തുമ്പോഴേ, കഴിഞ്ഞ ദിവസം ഇവിടെയായിരുന്നു ലീക്കേജ് ഉണ്ടായിരുന്നത്, ലീക്കേജ് വീണ്ടും ഉണ്ടോ എന്ന് നോക്കാൻ പറ്റൂ. അങ്ങനെ ലീക്കേജ് ഇല്ലെങ്കിൽ മാത്രമേ നഗരത്തിലെ കുടിവെള്ളത്തിന്റെ പ്രതിസന്ധി അവസാനിക്കൂ. അതല്ല, ഇനി ആ ലീക്കേജ് ഉണ്ടെങ്കിൽ വീണ്ടും വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോവുകയും ചെയ്യും. എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇനി അങ്ങനെ ഒരു ലീക്കേജ് ഉണ്ടാവില്ല. ഈ പ്രവൃത്തി പൂർത്തീകരിച്ചാൽ ലീക്കേജ് ഉണ്ടാകില്ല എന്നാണ്. അങ്ങനെ ലീക്കേജ് ഒന്നും ഇല്ലാതിരിക്കുകയാണെങ്കിൽ നിലവിൽ ഒരു 3 മണിക്കൂർ സമയത്തിനുള്ളിൽ തന്നെ നഗരത്തിലെ മുഴുവൻ പ്രതിസന്ധി മാറുന്ന രീതിയിലേക്കുള്ള ജലവിതരണം എത്തും എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇപ്പോഴും ഇവിടേക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രാത്രിയിലൊക്കെ ഇവിടെ പ്രവൃത്തി നടന്നതാണ്. അതുകൊണ്ട് തന്നെ ലൈറ്റുകൾ ക്രമീകരിച്ചിരുന്നു. പക്ഷേ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ ഈ പ്രവൃത്തി പൂർത്തീകരിക്കാൻ കഴിയുമെന്നൊരു വിശ്വാസത്തിൽ ലൈറ്റുകളൊന്നും ക്രമീകരിച്ചിരുന്നില്ല. ഇപ്പോൾ വീണ്ടും ലൈറ്റുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടേക്ക് എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രവിത, തിരുവനന്തപുരം നഗരത്തിൽ കുടിവെള്ള വിതരണത്തിന് ഇനിയും സമയമെടുക്കുമെന്നാണ് ഇപ്പോൾ സലിം മാലിക് നൽകുന്ന വിവരം.